പൈതലിനെ പോലെ നിർമ്മലയായി സ്വർലോകം നേടിയ പുണ്യവതി. അലൻസോണിൽ ജനിച്ച് കർമ്മല മലയിലെ കുരിശിന്റെ തണലിൽ വിരിഞ്ഞ ആ ചെറുപുഷ്പം ആരാലും അറിയപ്പെടാതെ ആ 4 ചുമരുകൾക്കുള്ളിൽ ദൈവത്തെ സ്നേഹിച്ചു മാത്രം ജീവിച്ചു. വെറും 24 വർഷം മാത്രം കർമ്മലിത്ത മഠത്തിൽ ജീവിച്ചു കടന്നുപോയ കൊച്ചു ത്രേസ്യയെ വിശുദ്ധ 10-ാം പിയൂസ് മാർപ്പാപ്പ ആധുനിക ലോകത്തിലെ ഏറ്റവും വലിയ വിശുദ്ധ എന്ന് വിശേഷിപ്പിച്ചു. ലോകത്തിൻ്റെ ഒരു കോണിൽ എല്ലാവരെയും പോലെ ജനിച്ചു വളർന്ന വിശുദ്ധ കൊച്ചു ത്രേസ്യയെ ഇന്ന് ലോകം മുഴുവൻ അറിയുന്നുണ്ടെങ്കിൽ അതിന് കാരണം വിശുദ്ധ കൊച്ചു ത്രേസ്യയിലുണ്ടായ ദൃഢമായ ദൈവസ്നേഹവും ആ സ്നേഹത്തിലെത്തുവാൻ വിശുദ്ധ കൊച്ചു ത്രേസ്യ കണ്ടുപിടിച്ച ആധ്യാത്മിക ശിശുത്വം എന്ന കുറുക്കു വഴിയുമാണ്. ഒരു കൊച്ചു കുഞ്ഞിൻ്റെ നൈർമല്യത്തോടും സ്വഭാവ മനോഭാവത്തോടും കൂടി ദൈവപിതാവിൻ്റെ സന്നിധിയിലെത്തുവാൻ വിശുദ്ധ കൊച്ചു ത്രേസ്യയ്ക്ക് സാധിച്ചുവെങ്കിൽ എനിക്കും നിങ്ങൾക്കും ഒരു ബുദ്ധിമുട്ടും കൂടാതെ ദൈവപിതാവിൻ്റെ അടുക്കൽ എത്തുവാൻ സാധിക്കുമെന്ന ഉറപ്പുകൂടി വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ ജീവിതം നമുക്ക് തരുന്നുണ്ട്. വിശുദ്ധ കൊച്ചു ത്രേസ്യയെ പോലെ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും പ്രതിഫലം പ്രതീക്ഷിക്കാതെ ദൈവസ്നേഹത്തെ പ്രതി ചെയ്ത് വിശുദ്ധിയിലെത്തുവാൻ വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം. സ്വർഗത്തിലെ എൻ്റെ സമയം ഭൂമിയിൽ നന്മ ചെയ്യുവാൻ ഞാൻ വിനിയോഗിക്കുമെന്ന വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ വാക്കുകൾ നമുക്കിന്ന് ഓർമ്മിക്കാം. അനുഗ്രഹങ്ങളാകുന്ന റോസാപുഷ്പങ്ങൾ വിശുദ്ധ കൊച്ചു ത്രേസ്യ നമ്മിൽ വർഷിക്കട്ടെ. യേശുവിലെ ചെറുപുഷ്പമേ, കർമ്മലരാമത്തിൻ സൂനമേ, കണ്ണീർ പൂക്കളെ ഏറ്റുവാങ്ങി സ്വർഗസുമങ്ങൾ പൊഴിക്കുമമ്മേ.